സജ്ജനങ്ങളെ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. മഹാ അഷ്ടമിയിൽ മഹായോഗങ്ങൾ എന്താണ് സംഭവമെന്ന് നമുക്ക് നോക്കിയാലോ. നവരാത്രി സമയം വേദജ്യോതിഷത്തിലും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ സമയം പ്രധാനപ്പെട്ട ഗ്രഹ സംയോഗങ്ങളും ശുഭയോഗങ്ങളും രൂപപ്പെടുന്നുണ്ട്. ജ്യോതിഷപ്രകാരം ഈ നവരാത്രിയിലെ മഹാ അഷ്ടമി ഒക്ടോബർ 11 വരുന്നത്. ഈ ദിവസം മഹാഗൗരിയെയാണ് നാം ആരാധിക്കേണ്ടത്. ഇത്തവണത്തെ മഹാ അഷ്ടമിക്ക് മറ്റ് ചില പ്രത്യേകതകളും വിശേഷപ്പെട്ട സംയോഗങ്ങളും ഇത്തവണ ഉണ്ടാകുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സർവാർത്ഥ സിദ്ധിയോഗം, രവിയോഗം, ബുധാദിത്യ രാജയോഗം തുടങ്ങിയ ശുഭയോഗങ്ങളുടെ സംയോഗങ്ങളാണ് ഇത്തവണ മഹാ അഷ്ടമിയിൽ സംഭവിക്കുന്നത്. 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ യോഗം രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ മഹാ അഷ്ടമി ചില രാശികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട അഷ്ടമിയായിരിക്കും. ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും ശുഭയോഗങ്ങളും ലഭിക്കും. ആ രാശികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. മേടം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഇത്തവണ മഹാ അഷ്ടമി വളരെ ശുഭകരമായിരിക്കും. വലിയൊരു ആഗ്രഹം ഇത്തവണ മഹാ അഷ്ടമിയിൽ പൂർണ്ണമാകും. അതിനൊപ്പം ബിസിനസ്സിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകും. ബിസിനസ് കൂടുതൽ വിപുലപ്പെടുത്തും. സാമ്പത്തിക സ്ഥിരതയും അഭിവൃദ്ധിയും കൈവരുന്നതിനാൽ പണം സമ്പാദിക്കാനുള്ള അവസരമുണ്ടാകും. ഉദ്യോഗസ്ഥർ ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. ഇതിന് അധികാരികളുടെ പ്രശംസ ലഭിക്കും. പുതിയ ചില ഉത്തരവാദിത്തങ്ങളോ പ്രോജക്റ്റുകളോ ഒക്കെ പുതിയതായിട്ട് ലഭിക്കും. ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നത് ലക്ഷ്യം വെച്ചതുമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഈ അവസരത്തിൽ അവർക്ക് സാധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വ്യക്തിത്വം കൂടുതൽ ആകർഷകമാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഇനി കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഇത്തവണ നവരാത്രി പ്രത്യേകിച്ച് മഹാഷ്ടമി നല്ല യോഗങ്ങൾ നൽകുന്ന മറ്റൊരു രാശിക്കാർ കർക്കിടകമാണ്. കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായി നല്ല സമയമാണ്. തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് നല്ല ജോലി അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണിത്. ബിസിനസ്സിൽ ചെയ്യുന്ന ഈ കർക്കിടകം രാശിക്കാർക്ക് പുതിയ ആശയങ്ങളിലൂടെ കൂടുതൽ ബിസിനസ് വിപുലപ്പെടുത്താനും അതിലൂടെ വളരെ പണപരമായും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ഏറെക്കാലമായി പദ്ധതിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ കാലയളവിൽ ആരംഭിക്കാനായിട്ട് ഇവർക്ക് കഴിയും. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ കീഴുദ്യോഗസ്ഥരുടെ സഹകരണങ്ങളൊക്കെ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൈവരും. കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ കാലയളവിൽ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളും വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബത്തിലും അന്തരീക്ഷവും അങ്ങനെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അടുത്തത് കന്യരാശിക്കാരാണ്. മഹാ അഷ്ടമി ശുഭമായി തീരുന്ന ഈ ഒരു വേളയിൽ അടുത്ത രാശി കന്നിരാശിയാണ്. അവർക്കാണ് കൂടുതൽ ഈ രാശിയിൽ ജനിച്ചവർക്ക് സ്വദേശത്തോ വിദേശത്തോ നിരവധി യാത്രകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസരമാണിത്. ഉദ്യോഗസ്ഥരായിട്ടുള്ള കന്നിരാശിക്കാർക്ക് ലാഭം നേടാനുള്ള വഴികൾ ഇതിൽ മൂലം മുന്നിൽ തെളിയുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് നല്ല അവസരങ്ങൾ മുമ്പിലെത്തും. കരിയറിലെ ഏറ്റവും നല്ല സമയമായിരിക്കും നവരാത്രി സമയം, പ്രത്യേകിച്ച് മഹാ അഷ്ടമി. ഈ സമയം ഭൗതിക സുഖങ്ങൾ വർദ്ധിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ മുമ്പിൽ തെളിയുന്നു. പിന്നെ നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. ബിസിനസ്സുകാർക്ക് ചില വലിയ ഡീലുകളിൽ ഒക്കെ ഒപ്പിടാനായിട്ടൊക്കെ ഒരു അവസരം ലഭിക്കുന്ന ഒരു ഇടയാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭവാർത്തകളൊക്കെ ഈ വേളയിൽ കേൾക്കും. അതൊക്കെ ഈ രാശിക്കാർക്കാണ് ഈ മഹാഷ്ടമി മഹായോഗങ്ങൾ. അവർ വിധിയെ പഴിച്ചവരാണെങ്കിൽ പോലും കൂടെ അവർക്ക് ഈ ഒരു കാലഘട്ടം വളരെ സൗഭാഗ്യം നേടിക്കൊടുക്കുന്ന കാലഘട്ടമാണെന്നാണ് ജ്യോതിഷപരമായിട്ട് പറയുന്നത്. അപ്പോൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.